ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ച് ഇപ്പോൾ ആന്ധ്രയിൽ അധികാരം ഉറപ്പിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നു. ഒപ്പം കേന്ദ്രത്തിലും നിർണായക ശക്തിയായി ചന്ദ്രബാബു നായിഡുവും TDPയും മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ അദ്ദേഹത്തിന്റെ ശക്തി പ്രകടമാക്കുന്ന ഒരു സാഹചര്യമല്ലേ? തീർച്ചയായും ആന്ധ്രയിൽ അധികാരത്തിലേറിയ ചന്ദ്രബാബു നായിഡുവിന് കേന്ദ്രത്തിലും സുപ്രധാന വകുപ്പുകൾ നൽകാൻ BJP നിർബന്ധിതരായത് നമ്മൾ കണ്ടതാണ്. അതായത് BJPക്ക് കേവല ഭൂരിപക്ഷം തനിച്ച് ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ നിർണായക നീക്കമാണ് BJP ഈ തെലുങ്കുദേശം പാർട്ടിയുമായുള്ള സഖ്യത്തിലൂടെ നടത്തിയത്. നേരത്തെ തെലുങ്കുദേശം പാർട്ടിയും BJPയും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല, അവർ അകൽച്ചയിലായിരുന്നു. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ആന്ധ്രയിൽ BJPയെ ചേർത്ത് പിടിക്കാൻ ചന്ദ്രബാബു നായിഡു തയ്യാറാകുന്നത്. പ്രത്യേകിച്ച് ജഗൻമോഹൻ റെഡ്ഡിയെ തറപറ്റിക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ചന്ദ്രബാബു നായിഡുവിന് ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജഗൻമോഹൻ റെഡ്ഡിയുമായി പോരാടുന്ന BJPയെയും പവൻ കല്യാണിനെയും നടൻ പവൻ കല്യാണിനെയും ചേർത്ത് നിർത്തുന്നത്. ആ സഖ്യം തന്നെ കേന്ദ്രത്തിൽ അധികാരത്തിലേറുമ്പോൾ ജഗൻമോഹൻ റെഡ്ഡിക്ക് ഒരു മധുര പ്രതികാരം, അതായത് കേന്ദ്രത്തിലും ഇപ്പോൾ നിർണായക ശക്തിയായി തെലുങ്കുദേശം പാർട്ടിയുണ്ട്. കൂടാതെ സംസ്ഥാനത്തിൻ്റെ ഭരണം 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തെലുങ്കുദേശം പാർട്ടിയുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു കാലത്ത് ആന്ധ്രയിലെ രാഷ്ട്രീയ ചാണക്യ തന്ത്രജ്ഞനായിരുന്നു തെലുങ്കുദേശം പാർട്ടി നേതാവ് ചന്ദ്രബാബു നായിഡു. എന്നാൽ അവിടെ YS രാജശേഖർ റെഡ്ഡി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന് മുന്നിൽ അടിപതറേണ്ടി വന്ന ഒരു സാഹചര്യം ചന്ദ്രബാബു നായിഡുവിനുണ്ടായിരുന്നു. YS രാജശേഖർ റെഡ്ഡി വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് മകൻ ജഗൻമോഹൻ റെഡ്ഡി YSR കോൺഗ്രസ് എന്ന പാർട്ടി രൂപീകരിച്ച ചന്ദ്രബാബു നായിഡുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. YSR കോൺഗ്രസിന് മുന്നിലും ചന്ദ്രബാബു നായിഡുവിന് അടിപതറുന്ന കാഴ്ച നമ്മൾ ആന്ധ്രയിൽ കണ്ടു. 2 തവണയാണ് തെരഞ്ഞെടുപ്പിൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് മുന്നിൽ ചന്ദ്രബാബു നായിഡു പരാജയം രുചിക്കുന്നത്. തുടർന്ന് ഇത്തവണ ജീവൻ മരണ പോരാട്ടത്തിലാണ് ആന്ധ്രയുടെ ഭരണം. പോകാം. ഇപ്പോൾ തളി ക്ഷേത്ര ദർശനത്തിനെത്തിയതാണ് സുരേഷ് ഗോപി. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു.